ഈ വീഡിയോയിൽ നമ്മൾ ടേൺ ഓവർ റേഷ്യോസിൻ്റെ പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. കാൽക്കുലേറ്റ് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. താഴെ തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ നിന്നും ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ. അതാണ് എ പാർട്ട്. ബി പാർട്ട് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഫ്രം ദി ഗിവൺ ഇൻഫർമേഷൻ. പിന്നെ മൂന്നാമത്തെ ഒരു പാർട്ടുണ്ട്, സി പാർട്ട്, കാൽക്കുലേറ്റ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. ഇറ്റ്സ് അതർവൈസ് നോൺ ആസ് ഇൻവെൻറ്ററി റേഷ്യോ. അങ്ങനെ ഈ മൂന്ന് പാർട്ടാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ സോൾവ് ദി ഫസ്റ്റ് പാർട്ട്, ദാറ്റ് ഇസ് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. അറിയാമല്ലോ എന്താണ് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന്. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് ടു കളക്ട് ദി മണി ഫ്രം ആ ഡെറ്റേഴ്സ്. അതാണ് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഡെറ്റേഴ്സ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? ക്രെഡിറ്റ് സെയിൽ സംഭവിക്കുമ്പോഴാണ് ഡെറ്റേഴ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ടോട്ടൽ സെയിൽസ് ഫോർ ദി ഇയർ തന്നിട്ടുണ്ട്. It is 2 lakh rupees. Then debtors at the beginning of the year is given as 20,000 rupees. Cash sales for the year is given as 40,000 rupees. And debtors at the end of the year is given as 60,000 rupees. ഇത്രയും ഇൻഫർമേഷനാണ് തന്നേക്കുന്നത്. ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ആദ്യം നോക്കാം എങ്ങനെയാണെന്ന്. ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയുടെ ഫോർമുല എന്ന് പറയുന്നത് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡെറ്റേഴ്സ്. ഇവിടെ സ്ലാഷ് എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ആക്ച്വലി ഇറ്റ് ഇസ് ഡിവൈഡ്. ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡെറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിൻ്റെ ഫിഗറും വേണം, ആവറേജ് ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൻ്റെ ഫിഗറും വേണം. ഓക്കെ, ക്രെഡിറ്റ് സെയിൽസ് തന്നിട്ടുണ്ടോ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ടോട്ടൽ സെയിൽസ് തന്നിട്ടുണ്ട് 2 lakh എന്ന്. വേറെ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ വി ക്യാൻ അസ്യൂം ദിസ് ടോട്ടൽ സെയിൽസ് ആസ് ക്രെഡിറ്റ് സെയിൽസ്. പക്ഷേ ഇവിടെ ഒരു പോയിൻ്റ് ഇവിടെ പറയുന്നുണ്ട് ക്യാഷ് സെയിൽസ് ഉണ്ടായിരുന്നത് 40,000 ആണെന്ന്. അപ്പം ക്രെഡിറ്റ് സെയിൽസ് എത്ര ആയിരിക്കും? ക്രെഡിറ്റ് സെയിൽസ് വിൽ ബി ടോട്ടൽ സെയിൽസിൽ നിന്നും, അതായത് 2 lakhൽ നിന്നും നമ്മൾ എന്തിനെ റിമൂവ് ചെയ്ത് കളയണം? ക്യാഷ് സെയിൽസിനെ റിമൂവ് ചെയ്യണം. ദാറ്റ് ഈസ് 40,000. സോ ദി ക്രെഡിറ്റ് സെയിൽസ് ഇസ് ഓൺലി 1,60,000 rupees. ഇപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് കിട്ടി. ഇപ്പോൾ ന്യൂമറേറ്റർ ഡയറക്റ്റ്ലി തന്നിട്ടില്ലായിരുന്നു, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ക്രെഡിറ്റ് സെയിൽസ് കിട്ടി. ഇനി നമുക്ക് ആവറേജ് ഡെറ്റേഴ്സ് കൂടെ അറിയണം. ആവറേജ് ഡെറ്റേഴ്സ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ആവറേജ് ഡെറ്റർ എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഡെറ്റർ പ്ലസ് ക്ലോസിംഗ് ഡെറ്റർ ഡിവൈഡഡ് ബൈ 2. ഇപ്പോൾ ഇവിടെ രണ്ടും ഉണ്ടല്ലോ. ഓപ്പണിംഗ് ഡെറ്റേഴ്സും തന്നിട്ടുണ്ടായിരുന്നു, ക്ലോസിംഗ് ഡെറ്റേഴ്സും തന്നിട്ടുണ്ടായിരുന്നു. ഓപ്പണിംഗ് ഡെറ്റർ ഇസ് 20,000, ക്ലോസിംഗ് ഡെറ്റർ ഇസ് 60,000. ഇറ്റ് ഷുഡ് ബി ഡിവൈഡഡ് ബൈ 2. ആ ഫിഗറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 80,000 ഓവർ 2, ദാറ്റ് വിൽ ബി 40,000. അപ്പോൾ നമുക്ക് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ന്യൂമറേറ്ററും കിട്ടി, ഡിനോമിനേറ്ററും കിട്ടി. ഇനി ഇത് ഫോർമുലയിലോട്ടിട്ട് അപ്ലൈ ചെയ്യുക. സോ the debtors turnover ratio equals 1,60,000 divided by 40,000, that is equal to 4 times. അപ്പോൾ ഇതാണ് debtors turnover ratio. അതായത് നമ്മുടെ ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നത് ഡെറ്റേഴ്സിൻ്റെ 4 times ആണ് നമ്മുടെ ക്രെഡിറ്റ് സെയിൽസ്. ഇപ്പോൾ ഡെറ്റേഴ്സ് 40,000 ആണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നത് 1,60,000 ആണ്. ഡെറ്റേഴ്സിൻ്റെ 4 times ആണ് നമ്മുടെ ക്രെഡിറ്റ് സെയിൽസ്. ഇതാണ് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനി അടുത്തത് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്ന ഇൻഫർമേഷൻ ഉണ്ട്. ബി പാർട്ടിൽ കാൽക്കുലേറ്റ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ക്രെഡിറ്റർ എപ്പോഴാണ് വരുന്നത്? ക്രെഡിറ്റർ വിൽ ഒക്കെ വെൻ ദർ ഇസ് ക്രെഡിറ്റ് പർച്ചേസ്. അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് തന്നിട്ടുണ്ട്, പിന്നീട് ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്, ബിൽസ് പേബിൾ തന്നിട്ടുണ്ട്. ബിൽസ് പേബിളും ഇത് തന്നെയാണ്, നമ്മൾ കൊടുക്കാനുള്ളതാണ്. ക്രെഡിറ്റർ പോലെ തന്നെ ഒരു ഐറ്റമാണ് ബിൽസ് പേബിൾ. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ. ക്രെഡിറ്റർ ടേൺ ഓവർ റേഷ്യോയുടെ ഫോർമുല എന്തായിരിക്കും? ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡഡ് ബൈ ആവറേജ് ക്രെഡിറ്റർ. ക്രെഡിറ്റ് പർച്ചേസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. ക്രെഡിറ്റ് പർച്ചേസ് ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ആസ് 4,90,000. അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് 4,90,000. ആവറേജ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെ ചേരുന്നത്? ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ഗിവൺ ഫിഗർ ഇസ് ക്ലോസിംഗ് ഫിഗർ. അപ്പോൾ ക്ലോസിംഗ് ഫിഗറിൽ 2 ഐറ്റമാണ് തന്നിരിക്കുന്നത്. ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സും ഉണ്ട്, ക്ലോസിംഗ് ബിൽസ് പേബിളും ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ ചേരുന്നതാണ് ആവറേജ് ക്രെഡിറ്റർ. ആവറേജ് ക്രെഡിറ്റർ വിൽ ബി 1,20,000 പ്ലസ് 33,000. Okay, that will be 1,53,000. So what we have to do is 4,59,000 over 1,53,000. That will be 3 times. അതായത് നമ്മുടെ ആവറേജ് നമ്മുടെ ക്രെഡിറ്റേഴ്സിൻ്റെ 3 times ആണ് നമ്മുടെ ക്രെഡിറ്റ് പർച്ചേസസ്. അപ്പം ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയും കണ്ടുപിടിച്ചു. ഇനി അടുത്തത് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ആണ്. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്തിനു വേണ്ടിയുള്ളത്? ഫോർ ചെക്കിംഗ് ദ സ്പീഡ് അറ്റ് വിച്ച് ദി സ്റ്റോക്ക് ആർ ബീങ് സോൾഡ്, അല്ലെങ്കിൽ മെറ്റീരിയൽസ് ആർ ബീങ് കൺസ്യൂംഡ്. സ്പീഡ്, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എപ്പോഴും കൂടി നിൽക്കുന്നതായിരിക്കും നല്ലത്. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ നോക്കി, അതായത് സി പാർട്ട് തന്നിരുന്നതാണ്. സി പാർട്ട് ഇതാണ്.
സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ സ്റ്റോക്ക് അറ്റ് ദി ബിഗിനിങ് തന്നിട്ടുണ്ട് 20,000, ദെൻ ക്യാരേജ് ഇൻവേർഡ് ഇസ് ഗിവൻ, സ്റ്റോക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ ഇസ് ഗിവൻ ആസ് 10,000, ദെൻ സെയിൽസ് ഇസ് ഗിവൻ ആസ് 1 lakh rupees ആൻഡ് പർച്ചേസസ് ഇസ് ഓൾസോ ഗിവൻ, ഇറ്റ് ഇസ് 50,000. അപ്പോൾ ഇത്രയും ഇൻഫർമേഷനിൽ നിന്നും നമ്മൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോയുടെ ഫോർമുല എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. ഇതാണ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോയുടെ ഫോർമുല. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡയറക്റ്റ്ലി തന്നിട്ടില്ല. നിങ്ങൾക്കറിയാം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ക്യാരേജ് ഇൻവേർഡ്സ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഗിവ്സ് യു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ക്വസ്റ്റനിലെല്ലാം തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഇസ് ഗിവൻ ആസ് 20,000, ദെൻ പർച്ചേസസ് ഇസ് ഗിവൻ ആസ് 50,000, ക്യാരേജ് ഇൻവേർഡ് ഇസ് ഗിവൻ ആസ് 5,000. ഫ്രം ദാറ്റ് ഫിഗർ യു ഷുഡ് ഡിഡക്ട് ക്ലോസിംഗ് സ്റ്റോക്ക്. അങ്ങനെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ കണ്ടുപിടിച്ചു 65,000. അപ്പോൾ നമ്മുടെ ന്യൂമറേറ്റർ പാർട്ട് കിട്ടി. ഇനി ഡിനോമിനേറ്റർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2. അതാണ് ആവറേജ് ഇൻവെൻട്രി. ഓപ്പണിംഗ് സ്റ്റോക്കും ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടായിരുന്നു 20,000, ക്ലോസിംഗ് സ്റ്റോക്കും ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടായിരുന്നു 10,000. സോ 20,000 പ്ലസ് 10,000 it is 30,000 over 2 gives you 15,000. So the average inventory is 15,000. എന്നിട്ടിത് ഫോർമുലയിലോട്ട് അപ്ലൈ ചെയ്യുക. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 65,000 ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻട്രി 15,000 ഈക്വൽസ് 4.33 ടൈംസ്. അപ്പോൾ ഇതാണ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്താണ് കാണിക്കുന്നത്? ഇറ്റ് ഷോസ് ദ സ്പീഡ് അറ്റ് വിച്ച് സ്റ്റോക്സ് ആർ ബീങ് ക്ലിയർഡ് ഫ്രം ദി സ്റ്റോർ. അതാണ് സ്റ്റോക്ക് ടേൺ ഓവർ. ഹൈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ആണ് എപ്പോഴും നല്ലത്. എത്രയും സ്റ്റോക്ക് വിറ്റ് തീർക്കാം അത്രയും നല്ലത്. അല്ലെങ്കിൽ എത്രയും സ്റ്റോക്ക് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്, മെറ്റീരിയൽ സ്റ്റോക്കെല്ലാം കൺസ്യൂം ചെയ്യുന്നു അത്രയും നല്ലത്. ഡിമാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സ്പീഡിൽ പോവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഡിമാൻഡ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വെയർ ഹൗസിൽ തന്നെ ഇരിക്കും ഈ സ്റ്റോക്കുകളെല്ലാം. അപ്പോൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ വളരെ കുറവായിരിക്കും. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ സൊല്യൂഷനിൽ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡയറക്റ്റ്ലി തന്നിട്ടില്ലായിരുന്നു. അത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ +1 മുതലേ പഠിക്കുന്നതാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് എനി ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഇത്രയാണ് ഒരു ക്വസ്റ്റ്യൻ. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്കൊന്ന് നോക്കാം. ആ ക്വസ്റ്റ്യൻ ഇതാണ്. From the following, calculate average debt collection period and average debt payment period. അതായത് എത്ര ദിവസം എടുക്കും? ആവറേജ് ഡെറ്റ് കളക്ഷൻ പീരീഡ് ഇൻ ഡേയ്സ് ആൻഡ് ആവറേജ് ഡെറ്റ് പേയ്മെൻറ്റ് പീരീഡ് ഇൻ മന്ത്സ്. കാൽക്കുലേറ്റിംഗ് ഇൻഫർമേഷൻ കുറേ തന്നു. ചിലപ്പോൾ ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻ തരും. നിങ്ങൾ ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. ക്രെഡിറ്റ് സെയിലിനെ കുറിച്ച് പറയുന്നുണ്ട്, ഡെറ്റേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, ബിൽസ് റിസീവബിൾ ഉണ്ട്, പിന്നീട് ക്രെഡിറ്റ് പർച്ചേസിനെ കുറിച്ച് പറയുന്നുണ്ട്, ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സ് ഓപ്പണിംഗ് ഡേറ്റ് ഉണ്ട്, ക്ലോസിംഗ് ഡേറ്റ് ഉണ്ട്, ബിൽസ് പേയബിൾ ഓപ്പണിംഗ് ഡേറ്റ്, ബിൽസ് പേയബിൾ ക്ലോസിംഗ് ഡേറ്റ്. നമ്മളോട് ഡെറ്റേഴ്സിനെ കുറിച്ച് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ആവറേജ് ഡെറ്റ് കളക്ഷൻ പീരീഡ് അതാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര ദിവസം എടുക്കും ഈ ഡെറ്റ് നമ്മൾ കളക്ട് ചെയ്തെടുക്കാനായിട്ട്? ഫോർമുലാസ് ആവറേജ് ഡെറ്റേഴ്സ് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 365. ആവറേജ് ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പണിംഗ് ഡെറ്റർ പ്ലസ് ക്ലോസിംഗ് ഡെറ്റർ ഡിവൈഡഡ് ബൈ 2. ഇവിടെ ഓപ്പണിംഗ് ഡെറ്ററും ക്ലോസിംഗ് ഡെറ്ററും ഒന്നുമില്ല. അതാണ്ട് ഇത് ഈ ഒരു ഡെറ്ററേ ഉള്ളൂ. ഈ ഡെറ്ററും 6 തന്നിട്ടുണ്ട്, ബിൽ റിസീവബിൾ. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുന്നത് ക്ലോസിംഗ് ഡെറ്റേഴ്സ് ആയിരിക്കും. സോ ആവറേജ് ഡെറ്റർ വിൽ ബി 12,000 rupees. കാരണം ഓപ്പണിംഗ് തന്നിട്ടില്ലെങ്കിൽ ക്ലോസിംഗ് വിൽ ബി ദി ആവറേജ് ഡെറ്റർ. ഇവിടെ രണ്ട് ഐറ്റംസ് ഉണ്ട്, ഡെറ്റേഴ്സും ഉണ്ട്, ബിൽസ് റിസീവബിളും ഉണ്ട്. 12,000 ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽ. ക്രെഡിറ്റ് സെയിൽ ഇസ് ഗിവൺ ആസ് 3,60,000 ഇൻറ്റു ഹൗ മെനി ഡേയ്സ് എന്നല്ലേ ചോദിക്കുന്നത്. സോ യു ഷുഡ് മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 365 days. സോ വി ഗോട്ട് ദി ആൻസർ എസ് 12 days. അപ്രോക്സിമേറ്റ് ആൻസർ ആണ്. അല്ലാതെ നമ്മൾ 12.33 days ഒന്നും പറയില്ല. അതിന് റൗണ്ട് ഓഫ് ചെയ്ത് ഒരു ഹോൾ നമ്പർ ആക്കുക, 12 days. സോ ഇറ്റ് വിൽ ടേക്ക് 12 days ടു കളക്ട് ബാക്ക് ദി മണി ഫ്രം ദി ഡെറ്റേഴ്സ്. ഇനി അടുത്തത് ഡെറ്റ് പേയ്മെൻറ്റ് പീരീഡാണ്. ആവറേജ് ഡെറ്റ് പേയ്മെൻറ്റ് പീരീഡ്. പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് യൂസ് ചെയ്താണ് ചെയ്യേണ്ടത്? ക്രെഡിറ്റേഴ്സിൻ്റെ കാര്യത്തിലാണ്. ഇവിടെ നമ്മൾ റിസീവ് ചെയ്യുമല്ലേ, ഇവിടെ പേ ചെയ്യുവാണ്. ഫോർമുല വിൽ ബി ആവറേജ് ക്രെഡിറ്റേഴ്സ് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് പർച്ചേസ് ഇൻറ്റു ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ 365. ഇപ്പോൾ മന്തിലാണ് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 12 months ചെയ്യാം. അപ്പോൾ ഇവിടെ മന്ത്സിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 365 പകരം എന്ത് എഴുതുന്നതാണ് നല്ലത്? 365 പകരം 12 എഴുതുന്നതാണ് നല്ലത്. 12 months എന്നുള്ള അസംഷനിൽ. അപ്പോൾ ഡേയ്സ് ഇനി മുന്നുള്ള ഇതിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. ഡേയ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 2 months വെച്ച് ചെയ്യാം.
ആവറേജ് അക്കൗണ്ട് പേബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ഡിവൈഡ് ബൈ 2. ഇവിടെ ഉണ്ടല്ലോ ക്രെഡിറ്റേഴ്സിന് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒക്കെ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സും ഉണ്ട്, ഓപ്പണിംഗ് ബിൽസ് പേബിളും ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ കൺസിഡർ ചെയ്യണം. ഇറ്റ് വിൽ ബി 24,000 ഓപ്പണിംഗ് ക്രെഡിറ്റർ പ്ലസ് ഓപ്പണിംഗ് ബിൽസ് പേബിൾ 24,000 പ്ലസ് ക്ലോസിംഗ് ക്രെഡിറ്റർ. ക്ലോസിംഗ് ക്രെഡിറ്ററും ഉണ്ട്, ക്ലോസിംഗ് ബിൽസ് പേബിളും ഉണ്ട്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 16,000. സോ ദി ആവറേജ് വിൽ ബി 20,000. അപ്പോൾ ഫോർമുലയിൽ ഡിനോമിനേറ്റർ പാർട്ട് ന്യൂമറേറ്റർ പാർട്ട് കിട്ടി, ആവറേജ് അക്കൗണ്ട്സ് പേയബിൾ. ഇനി ക്രെഡിറ്റ് പർച്ചേസ് ക്വസ്റ്റനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട് 1,05,000. ഇനി ഫോർമുലയിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും, 20,000 ദാറ്റ് ഇസ് ആവറേജ് ക്രെഡിറ്റ്. ആവറേജ് ക്രെഡിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 20,000 ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് പർച്ചേസ് ദാറ്റ് ഇസ് 1,05,000 ഇൻറ്റു 12 months. ഇവിടെ ഞാൻ 1 lakh എന്ന് എഴുതിയിരിക്കുമെന്ന് തോന്നുന്നേ. 1,05,000 ആണ്. 1,05,000 ആണ്. 1,05,000 ഇൻറ്റു 12 months ദാറ്റ് വിൽ ബി 2.4 months. 2.4 ആണോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേക്കണേ, കാരണം മന്ത്സിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ഡേയ്സിലാണെങ്കിൽ ഇൻറ്റു 365 ആണ്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ആവറേജ് ക്രെഡിറ്റ് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് പർച്ചേസ് ഇൻറ്റു റെസ്പെക്റ്റീവ് മന്ത്, ഓർ മന്ത് ആണെങ്കിൽ 12 month, ഡേയ്സ് ആണെങ്കിൽ ഇൻറ്റു 365. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നോക്കി വെച്ചേക്കണം. എക്സാമിന് ചോദിക്കാറുള്ളതാണ് ടേൺ ഓവർ റേഷ്യോസ്, എസ്പെഷ്യലി സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ദെൻ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഒക്കെ. അപ്പോൾ അത് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, താങ്ക് യു.